Hello guys, today I'm gonna show you something. This is not a promotional video first of all. ഇത് ക്യൂലെറ്റിൻ്റെ പോർട്ടബിൾ ജ്യൂസറാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത സാധനമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് സീരിയസ്ലി ഗൈസ്, എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ. ഇതെനിക്ക് സീരിയസ്ലി യൂസ്ഫുള്ളായിട്ട് തോന്നി. ആൻഡ് ഇത് ഒരു ഹോസ്റ്റലർ എന്ന നിലയ്ക്ക് ഇത് എൻ്റെ ബാക്കിയുള്ള ഹോസ്റ്റൽ സ്റ്റേ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവും എന്നൊരു ഇതുണ്ടായതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. കാരണം ഞാനിത് വാങ്ങിച്ചത് ഒരുപാട് ആലോചിച്ച് വേണോ വേണ്ടയോ, കാരണം ഞാനിത് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ടേക്കുമ്പോൾ എല്ലാവരും പറയും ലൈക്ക് ഇത് വെറുതെയാണ്, വേസ്റ്റ് ഓഫ് മണിയാണ്, എന്തിനാണ് വാങ്ങിക്കുന്നത്, ഇതൊന്നും വർക്കാകത്തില്ല, തട്ടിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ശരിയാണ്, എന്തിനാണ് വെറുതെ ക്യാഷ് വേസ്റ്റ് ആക്കുന്നത് എന്നൊരു തോട്ട് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ഇത് വാങ്ങിക്കുന്ന കാര്യം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, ഇപ്പോൾ വാങ്ങിക്കേണ്ട. അല്ലെങ്കിൽ ഞാൻ ഒരു 3 years ആയിട്ട് ഓൾറെഡി ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നേരത്തെ വാങ്ങിച്ചു പോയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട, ഇനിയിപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴൊക്കെ കുറച്ച് റിസ്ക് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ എന്നപ്പോൾ നമുക്ക് മേടിച്ച് കളയാൻ നോക്കാം. നമ്മൾ എത്രയോ കാശ് വേസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം കിട്ടിപ്പോയപ്പോൾ എന്നൊരവസ്ഥയാണല്ലോ. എന്നാൽ നമുക്കൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കുറച്ചുകൂടെ നേരത്തെ ഈ ഒരു റിസ്ക് എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായി, കുറച്ചുകൂടെ നേരത്തെ തൊട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായി പോയേനേന്ന് എനിക്ക് തോന്നിയൊരു പ്രോഡക്റ്റാണിത് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു വർഷത്തിൽ 2 വട്ടം അങ്ങനത്തെ അല്ല കേട്ടോ, ഒരുപാട് തവണ യൂസ് ചെയ്ത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഞാൻ ആദ്യം വീഡിയോ കണ്ട പോലെ 2 ജാർ വരുന്നുണ്ട്, പിന്നെ ഒരു ലിഡ് വരുന്നുണ്ട്, പിന്നെ ബ്ലെൻഡർ, പിന്നെ അതുപോലെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതാണ് ഫ്രൂട്ട്സ് ആണോ എന്താണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്മോൾ പീസസ് ആയിട്ട് അരിയണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് വലുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലെൻഡ് ആവില്ല. ഭയങ്കര പാടാണ്, പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവത്തില്ല. അതുപോലെ ഒരുപാട് ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാലും അത് ഗ്രൈൻഡ് ആവത്തില്ല. അത് അല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്തൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്രൈൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ 2 ജാർ, അതിനകത്ത് ഒരു ജാറ് അത് നിങ്ങൾക്ക് കാണുമ്പോഴേ ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുള്ളതാണെന്ന്. ഒരു ജാറ് ഞാൻ ഫ്രൂട്ട്സിനും ഒരു ജാറ് വെജിറ്റബിൾസ്, അതായത് നമുക്ക് തക്കാളി എന്തെങ്കിലുമൊക്കെ ബ്ലെൻഡ് ചെയ്യിക്കണമെങ്കിൽ അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ അതിനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഈ വെജിറ്റബിൾസ് ചിലതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ജാറിൻ്റെ ബോട്ടത്തിൽ കുറച്ച് കളർ വ്യത്യാസം, ചെറിയൊരു യെല്ലോയിഷ് കളർ. കാരണം ഈ കുറച്ച് നേരം ഞാൻ എന്തോ ഒരു സാധനം ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം അതിനകത്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ആ കളർ ഇങ്ങനെ ചെറുതായിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് വെജിറ്റബിൾസിനും മറ്റേ ജാറ് ഫ്രൂട്ട്സിനും അല്ലെങ്കിൽ എനിക്ക് കാണുമ്പോൾ ഒരുമാതിരി ഒരു സുഖം പോരാ. അങ്ങനെ ഞാൻ രണ്ടിനും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അടിക്കുമ്പം നമ്മൾ ജാറും ആ പോർട്ടബിൾ ബ്ലെൻഡറിൻ്റെ ആ സാധനം കൂടെ ടൈറ്റ് ചെയ്യുമ്പം ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ആ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവും. അതല്ലെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തിയില്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തത് ശരിയായില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കുറച്ച് ബനാനയും ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടെട്രാ പാക്കിൻ്റെ മിൽക്കാണ്. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് 2 ടൈമായിട്ടാണ് അരയ്ക്കുന്നത്. കാരണം ഒറ്റ സ്ട്രെച്ചിൽ ഇത് സ്മോളായിട്ട് അരിഞ്ഞാൽ കൂടി ചിലപ്പോൾ അത് ബ്ലെൻഡ് ആവത്തില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബ്ലെൻഡ് ആവത്തില്ല എന്ന് വെച്ചാൽ അത് ഓണാവും, ഒരു ചെറുതായിട്ടൊന്ന് ഓണായിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോ ഓഫായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള പേസ്റ്റ് ഇത് ഗ്രൈൻഡ് ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് തിക്കായി കഴിയുമ്പോൾ അത് വർക്കാവില്ല. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഓഫാകും. അതിന് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി, ഒരുപാട് തിക്നെസ് അത് സപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, കുറച്ച് ലൂസായിരിക്കണം. പിന്നെ വാട്ടറി ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് സപ്പോർട്ടബിളാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി കുറച്ച് ബനാനയൊക്കെ ഞാൻ അതിൻ്റെ ബനാനയും മാംഗോയും കൂടെ പിന്നെ അതിൻ്റെ മുകളിൽ
ഇങ്ങനെ ജസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് ഇട്ടത്. കാരണം അതുകൂടെ അടിക്കാനായിരുന്നു പ്ലാൻ, ബട്ട് സ്പേസ് ഇല്ല ഓഫ് കോഴ്സ്. പിന്നെ ഒരുപാട് ഓൾറെഡി അത് അത്യാവശ്യം നല്ല തിക്കാണ്. ഇനി അത് ബാക്കിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓഫായി പോകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഡെക്കറേഷനും ആവും, കുറച്ച് ആഡംബരം ആവാമല്ലോ എന്ന് കരുതി. ഇതാകുമ്പോൾ നമുക്ക് ഈവനിങ് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റിയ ഒരു ഹെൽത്തി ഷേക്ക്. ഇതുപോലെ ലിഡിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാനും ഒക്കെ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സോക്ക് ചെയ്ത് ഓട്സ് എല്ലാം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൽ. If you need this product, just comment for link. If you like the video, please subscribe, comment, share and like it. Bye.